ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫെസ്യർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ വാക്യം അനുഗ്രഹം സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ ആണ്, ഭൂമിയിലെ അല്ല. ആത്മീയ അനുഗ്രഹങ്ങളാലാണ്, ഭൗതിക അനുഗ്രഹങ്ങളാലല്ല. പക്ഷെ അത് ഈ ലോകത്തിലെ ഏത് അനുഗ്രഹത്തെക്കാളും മഹത്തരമാണ്. നമ്മൾ അവനെ സ്തുതിക്കണം, വാഴ്ത്തണം. കാരണം ഇത് നമുക്ക് അനർഹമായി ലഭിച്ചതാണ്. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ മാത്രമാണ്. യോഹന്നാൻ 3:36 പറയുന്നത്, പുത്രനെ വിശ്വസിക്കുന്നവനോ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. കാര്യം വ്യക്തമാണല്ലോ. ക്രിസ്തു നിത്യജീവനും ക്രിസ്തുവിൻ്റെ പുറത്ത് ദൈവകോപവും. അത് എന്തുകൊണ്ടാണ്? 1 യോഹന്നാൻ 5:10 നാം കാണുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാക്കും, കള്ളനാക്കും. പൗലോസ് ഈ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ആഴങ്ങളിൽ അത്ഭുതപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ ഏതാണ്ട് 202 വാക്കുകൾ ആകുന്നവരെയും അത് തുടരുന്നു. ക്രിസ്തുവിൽ നമ്മെ സകല ആത്മീയ അനുഗ്രഹത്താലും നിറച്ചിരിക്കുന്നവർ പൂർണ്ണമായും നിരന്തരം വാഴ്ത്തപ്പെട്ടിട്ടെ. അത് അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുമ്പോൾ ആകട്ടെ. ആമേൻ.